ആറളത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന ആദിവാസി ദമ്പതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ആനക്കലിയിൽ മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവർ അടുത്തത് ആരെന്ന് പരസ്പരം ചോദിക്കുകയാണ്. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലെങ്കിലും തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് മനുഷ്യർക്കുള്ളത്. അവിടെ കശുവണ്ടി ശേഖരിക്കാൻ ഫാമിൽ പോയ വെള്ളിയെയും ലീലയെയും ഇന്നലെയാണ് കാട്ടാന ചവിട്ടിയരച്ചു കൊന്നത്. പുറത്തുകാർ ഇങ്ങോട്ട് വരതേ ഇല്ല. നമുക്ക് പുറത്തിറങ്ങാനും പറ്റൂല, രാത്രിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പുറത്തിറങ്ങി നമ്മൾ ആന കൊല്ലും. ഇത് ശ്രീധരൻ, മരിച്ച വെള്ളിയുടെയും ലീലയുടെയും മകനാണ്. ഇത് മകൾ ലക്ഷ്മി. അവരാനൊന്നും ഓടിക്കൊന്നില്ല. അവര് നമ്മളോട് വന്ന് ചോദിക്കുക എവിടെ ആനയുള്ളത്. നമുക്കിപ്പോ ചുണ്ട് അവര് നിൽക്കുന്നിടത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. ശ്രീധരനും ലക്ഷ്മിയും പറഞ്ഞത് അവരുടെ മാത്രം നഷ്ടമെന്നാണ്. പക്ഷേ നഷ്ടം ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടേതോ അല്ല, അധികാരികളുടെ അവഗണനയ്ക്ക് മുന്നിൽ തോറ്റുപോകുന്ന ഒരു ജനതയൊട്ടാകെയാണ്. ആറളം ഫാമിനകത്ത് കാട്ടാനാക്രമണത്തിൽ 10 കൊല്ലത്തിനിടെ കൊല്ലപ്പെട്ടത് 14 പേർ. അതിലെ അവസാന പേരുകാരാണ് 13-ാം ബ്ലോക്കിലെ വെള്ളിയും ഭാര്യ ലീലയും. ഏത് നിമിഷവും ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ജീവൻ കൊരുത്തുപോകുമെന്ന ഭയത്തിൽ ജീവിക്കുന്നവർ. സങ്കടത്തിനും നിരാശയ്ക്കുമപ്പുറം നിസ്സംഗതയാണ് ഈ കണ്ണുകളിൽ. കൂടെയുള്ളവരുടെ മരണം കണ്ടു നിൽക്കേണ്ടി വരുന്ന നിസ്സഹായർ. ിലേറെ കാട്ടാനകൾ വിഹരിക്കുന്ന ആറളത്തെ ജനവാസ മേഖലയിൽ ഒരാൾക്കും നാളെയെന്നോ അടുത്ത നിമിഷമെന്നോ ആഗ്രഹിക്കാൻ പോലും ഭയമാണ്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനയുടെ കാൽമണ്ണിൽ പതിക്കുന്ന ശബ്ദത്തോളം ഇവരെ ഭയപ്പെടുത്തുന്ന മറ്റൊന്നില്ല. രാത്രിയും പകലും ഏത് നിമിഷവും കാട്ടാന വീട്ടുമുറ്റത്തെത്താം. ഈ നാട്ടിൽ മനുഷ്യന്മാർക്കും ജീവിച്ചൂടാ, അങ്ങനത്തെ വിദ്യകള്. കുഞ്ഞു മുഖങ്ങളിലും കാണാം ഭീതിയും കളിച്ചിരികളുടെ ബാല്യം നഷ്ടപ്പെടുന്ന നിരാശയും. ആന ഇറങ്ങി വഴിവെക്കിൽ നിന്നാൽ അന്നവർക്ക് അവധി ദിനമാണ്. കളിക്കളങ്ങളിലെ കളിച്ചിരികൾ അവർക്ക് കേട്ടുകേൾവിയും. ചെറുകൂരയുടെ തണലിൽ ഭയത്തോടെ കഴിയാൻ വിധിക്കപ്പെട്ടതാണ് അവരുടെ ബാല്യം. ആകുലതകളുടെ പുകച്ചുരുളിന് നടുവിലാണ് സ്ത്രീകളും കുട്ടികളും. ഭക്ഷണം പാകം ചെയ്യാൻ വിറക് വേണം. വിറകെടുക്കാൻ ഇറങ്ങിയാൽ പക്ഷേ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരുറപ്പുമില്ല. ഇവിടെ ജീവിക്കാനാവില്ല. ആന പ്രശ്നം വനം വകുപ്പിന്റെ ആളുകളൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അവരല്ല എന്ത് ചെയ്യാനാ? അവരാന മതിൽ കെട്ടിന്ന് പറയുന്നുണ്ട്. കെട്ടിട്ട് എവിടെ ആനനെ തെളിച്ചു വിടാൻ പറയുന്നുണ്ട്. എവിടെ തെളിച്ചു വിട്ടേ? ആന ആറളം പാമ്പിലല്ലേ കറങ്ങുന്നേ. തൊഴിലെടുത്ത് ജീവിക്കാൻ ഇറങ്ങിയാൽ ആനച്ചൂരിനെ പേടിക്കേണ്ട ദുർഗതി വേറെയും. കശുവണ്ടി ശേഖരിക്കാനും കൂട്ടത്തിൽ അല്പം വിറകെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനും പോയ വെള്ളിയുടെയും ലീലയുടെയും ദുർഗതി ഈ മണ്ണിലെ ഓരോ മനുഷ്യരും മുന്നിൽ കാണുന്നു. ഇവിടെ ജീവിക്കാൻ തന്നെയാണ് ഏറ്റവും വലിയ സമരം. ജീവനും കയ്യിൽ പിടിച്ചുള്ള ഈ സമരം ഈ മനുഷ്യർ തുടരുമ്പോഴും വനം വകുപ്പ് നിസ്സംഗരായി നോക്കി നിൽക്കുന്നുവെന്നാണ് ആരോപണം. സ്വാഭാവിക പ്രതികരണമെന്ന് വനം വകുപ്പ് മന്ത്രി പറയുന്ന ആറളത്തെ പ്രതിഷേധം ഒരു നിലവിളിയാണ്. കാട്ടാനക്കലിയിൽ വംശമറ്റു തീരണോ ഞങ്ങളെന്ന ഒരു ജനതയുടെ ദൈന്യതയാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.